നമസ്കാരം. നമ്മളൊക്കെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലേ? ഒരു കുട്ടി നടക്കാൻ പഠിക്കുന്നത് തൊട്ട് നമ്മൾ പുതിയൊരു സ്കില്ല് പഠിക്കുന്നത് വരെ ജീവിതം തന്നെ ഒരു പഠനമാണ്. പക്ഷെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഈ പഠനം അത് ശരിക്കും എങ്ങനെയാണ് നമ്മുടെ തലച്ചോറിനുള്ളിൽ നടക്കുന്നതെന്ന്? ആ ചോദ്യത്തിനുള്ള ഉത്തരം തേടിയാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അതെ, അതാണ് ചോദ്യം. നമ്മൾ എങ്ങനെയാണ് പഠിക്കുന്നത്? ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ സിമ്പിളാണെന്ന് തോന്നാം. പക്ഷേ ഈ ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമില്ല. സത്യത്തിൽ ഒരുപാട് ഉത്തരങ്ങളുണ്ട്. മനഃശാസ്ത്രം ഇതിനെ പല പല ആംഗിളിൽ നിന്നാണ് നോക്കിക്കാണുന്നത്. വാ, നമുക്ക് അതൊക്കെ ഒന്ന് പരിചയപ്പെടാം. ശരി, അപ്പോൾ നമ്മുടെ ഈ യാത്ര എങ്ങനെയാണ് പോകുന്നത് എന്ന് നോക്കാം. ആദ്യം തന്നെ പഠനത്തെക്കുറിച്ചുള്ള ചില ബേസിക് ഐഡിയാസ്, പിന്നെ നമ്മൾ പ്രവൃത്തികളിലൂടെ എങ്ങനെ പഠിക്കുന്നു എന്ന് നോക്കും. അതിനുശേഷം നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് ഒന്ന് എത്തിനോക്കും. അവിടെ നിന്ന് നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഇടപഴകി എങ്ങനെയാണ് പഠിക്കുന്നത് എന്ന് കാണും. അവസാനം ഈ തിയറികളെല്ലാം വെച്ചിട്ട് നിങ്ങളുടെ സ്വന്തം പഠനരീതി എങ്ങനെ മനസ്സിലാക്കാമെന്നും കൂടെ നോക്കാം. അപ്പോ പഠനത്തെക്കുറിച്ച് ഒരുപാട് തിയറികളുണ്ട്. അതിനെയൊക്കെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി 3 വലിയ ഗ്രൂപ്പുകളായിട്ട് തിരിക്കാം. ഈ 3 കാഴ്ചപ്പാടുകളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നമ്മുടെ ഈ യാത്ര തുടങ്ങുന്നത് പുറമേ നിന്ന് കാണാൻ പറ്റുന്ന കാര്യങ്ങളിൽ നിന്നാണ്. അതായത് നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ പെരുമാറ്റം, അതിലൂടെയുള്ള പഠനം. പിന്നെ നമ്മൾ നേരെ മനസ്സിന്റെ ഉള്ളിലേക്ക് പോവും. അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കും. അവസാനം കുറച്ചുകൂടി വിശാലമായി നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ എങ്ങനെ പഠിക്കുന്നുവെന്നും കൂടെ നോക്കും. അപ്പോ നമ്മുടെ ആദ്യത്തെ സ്റ്റോപ്പ് ബിഹേവിയറിസം അല്ലെങ്കിൽ ചര്യാവാദം. പേര് കേൾക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടുമല്ലോ. അതായത് പുറമേ കാണാൻ പറ്റുന്ന നമ്മുടെ പെരുമാറ്റത്തിലെ മാറ്റങ്ങളിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു തിയറിയാണിത്. ബിഹേവിയറിസം പറയുന്നത് വളരെ സിമ്പിളായൊരു കാര്യമാണ്. പഠനം എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ചുറ്റുമുള്ള ഒരു സ്റ്റിമുലസ്, അതായത് ഒരു പ്രചോദനം, അതിനോട് നമ്മൾ പ്രതികരിക്കുമ്പോൾ നമ്മുടെ പെരുമാറ്റത്തിൽ ഒരു മാറ്റം വരുന്നു. അതാണ് പഠനം. അതായത് മനസ്സിന്റെ ഉള്ളിൽ എന്ത് നടക്കുന്നു എന്നതിനേക്കാൾ എന്ത് പ്രവൃത്തിയാണ് നമ്മൾ പുറത്ത് കാണിക്കുന്നത്, അതാണ് ഇവർക്ക് പ്രധാനം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ഫ്ലാഷ് കാർഡ് ഉപയോഗിച്ച് പുതിയ വാക്കുകൾ പഠിക്കുന്നത് ഓർത്തു നോക്കൂ. ആ കാർഡ് ഒരു സ്റ്റിമുലസാണ്. നമ്മൾ ശരിയായ ഉത്തരം പറയുന്നത് ഒരു റെസ്പോൺസാണ്. ആ റെസ്പോൺസ് കറക്റ്റ് ആവുമ്പോൾ നമ്മളത് പഠിച്ചു എന്ന് പറയാം. ഈ ഐഡിയയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് തോൺഡൈക്കിന്റെ ഈ 3 നിയമങ്ങൾ. ആദ്യത്തേത് സന്നദ്ധതാ നിയമം. സിമ്പിളായി പറഞ്ഞാൽ, നമ്മൾ പഠിക്കാൻ റെഡിയായിരിക്കുമ്പോൾ, മെന്റലി പ്രിപ്പയർഡ് ആയിരിക്കുമ്പോൾ പഠനം വളരെ എളുപ്പമാകും. നല്ല വിശപ്പുള്ളപ്പോൾ ഭക്ഷണം കഴിക്കാൻ തോന്നുന്നതുപോലെ തന്നെ. രണ്ടാമത്തേത് അഭ്യാസ നിയമം. ഇത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്, അല്ലേ? നമ്മളൊരു കാര്യം വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ ആ അറിവ് നമ്മുടെ തലച്ചോറിലങ്ങ് ഉറച്ചുപോകും. ഇനി മൂന്നാമത്തേത് ഫലനിയമം. ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് നല്ലൊരു റിസൾട്ട് കിട്ടിയാൽ, ഒരു അഭിനന്ദനമോ സമ്മാനമോ ഒക്കെ കിട്ടിയാൽ നമ്മളത് വീണ്ടും ചെയ്യാൻ നോക്കും. നേരെ മറിച്ച് റിസൾട്ട് മോശമാണെങ്കിലോ നമ്മളത് ഒഴിവാക്കാനും ശ്രമിക്കും. വളരെ ലോജിക്കൽ അല്ലേ? ഓക്കെ, അപ്പോൾ ബിഹേവിയറിസം നമ്മുടെ പുറമേയുള്ള പെരുമാറ്റത്തിലാണ് ഫോക്കസ് ചെയ്തത്. ഇനി നമുക്ക് നേരെ മനസ്സിന്റെ ഉള്ളിലേക്ക് ഒന്ന് യാത്ര പോകാം. അതിന് നമ്മളെ സഹായിക്കുന്ന തിയറിയാണ് ഗെസ്റ്റോൾട്ട് സൈക്കോളജി. അപ്പോൾ ഒരു ചോദ്യം വരും, പഠനം എന്ന് പറയുന്നത് വെറും ഒരു റിയാക്ഷൻ മാത്രമാണോ, അതോ നമ്മുടെ ഈ തലച്ചോറ്, ഈ ബ്ലാക്ക് ബോക്സിനുള്ളിൽ അതിലും വലുതായി എന്തെങ്കിലും നടക്കുന്നുണ്ടോ? ഗെസ്റ്റാൾട്ട് സിദ്ധാന്തം പറയുന്നത് യെസ്, തീർച്ചയായും ഉണ്ട് എന്നാണ്. ഗെസ്റ്റാൾട്ട് ഇതൊരു ജർമ്മൻ വാക്കാണ്. രൂപം അല്ലെങ്കിൽ ഒരു മുഴുരൂപം എന്നൊക്കെയാണ് ഇതിന്റെ അർത്ഥം. ഈ തിയറി അനുസരിച്ച് നമ്മൾ ലോകത്തെ കാണുന്നത് കുറെ കഷ്ണങ്ങളായിട്ടല്ല, മറിച്ച് ഒരു പൂർണ്ണ രൂപമായിട്ടാണ്. അതായത് ദ ഹോൾ ഇസ് ഗ്രേറ്റർ ദാൻ ദ സം ഓഫ് ഇറ്റ്സ് പാർട്സ് എന്ന് കേട്ടിട്ടില്ലേ? അത് തന്നെ സംഭവം. ഈ ചിത്രത്തിലേക്ക് ഒന്ന് നോക്കിക്കേ. ഇവിടെ സാമ്യതാ നിയമം എത്ര അടിപൊളിയായിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്ന് കാണാം. ഇവിടെ കുറെ കറുപ്പും വെളുപ്പും ഡോട്ടുകളുണ്ട്. പക്ഷെ നമ്മുടെ തലച്ചോറ് എന്താ ചെയ്യുന്നത്? അത് ഓട്ടോമാറ്റിക്കായി കറുത്ത ഡോട്ടുകളെ ഒരു ഗ്രൂപ്പായും വെളുത്ത ഡോട്ടുകളെ വേറൊരു ഗ്രൂപ്പായുമാണ് കാണുന്നത്, അല്ലേ? അല്ലാതെ കുറേ ഡോട്ടുകൾ ചിതറിക്കിടക്കുന്നതായിട്ടില്ല. ഇനി ഇത് നോക്കൂ. ഇത് പൂർത്തീകരണ നിയമം. വളരെ രസകരമാണ്. ഈ ചിത്രങ്ങളിലെ വരകളൊന്നും കംപ്ലീറ്റ് അല്ല. പക്ഷെ നമ്മുടെ മനസ്സെന്ത് ചെയ്യും? ആ വിടവുകളൊക്കെ തനിയെ നികത്തിയിട്ട് അതിനൊരു വട്ടമായും ചതുരമായും കാണും. കാരണം ഒരു പൂർണ്ണത കണ്ടെത്താൻ നമ്മുടെ മനസ്സ് എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇതൊരു ക്ലാസിക് ഇല്യൂഷനാണ്, രൂപ പശ്ചാത്തല ബന്ധം കാണിക്കാൻ. ഈ ചിത്രം നോക്കുമ്പോൾ നിങ്ങൾ ആദ്യം എന്താണ് കാണുന്നത്? വശങ്ങളിൽ നിന്ന് നോക്കുന്ന 2 മുഖങ്ങളാണോ, അതോ നടുവിലുള്ള വെളുത്ത ആ വാസാണോ? കണ്ടോ, നമ്മുടെ തലച്ചോറ് ആക്റ്റീവായിട്ട് തീരുമാനിക്കുകയാണ് ഏതാണ് പ്രധാന രൂപം, ഫിഗർ, ഏതാണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട്, ഗ്രൗണ്ട് എന്ന്. നമ്മുടെ കാഴ്ച വെറുമൊരു റെക്കോർഡിംഗ് അല്ല,
അതൊരു ക്രിയേറ്റീവ് പ്രോസസ് കൂടിയാണ് എന്നതിന്റെ തെളിവാണിത്. ഓക്കെ, അപ്പൊ നമ്മൾ പുറമേ നിന്ന് നോക്കി, ഉള്ളിലേക്കും നോക്കി. ഇനി നമുക്ക് കുറച്ചുകൂടി സൂം ഔട്ട് ചെയ്യാം. നമ്മൾ ഒറ്റയ്ക്കല്ലല്ലോ ഈ ലോകത്ത്. നമ്മുടെ ചുറ്റുമുള്ള ആളുകളുമായുള്ള ഇടപെടലുകള് നമ്മുടെ പഠനത്തെ എങ്ങനെയാണ് രൂപപ്പെടുത്തുന്നത്? അതാണ് അടുത്തത്. സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദം. പേര് കേട്ട് പേടിക്കണ്ട, സംഭവം സിമ്പിളാണ്. ഈ തിയറി പറയുന്നത് അറിവെന്ന് പറയുന്നത് നമ്മൾ തനിയെ കണ്ടുപിടിക്കുന്നൊരു കാര്യമല്ല, മറിച്ച് സമൂഹത്തിൽ മറ്റുള്ളവരുമായി സംസാരിച്ച്, സഹകരിച്ച്, ഒരുമിച്ച് നിർമ്മിക്കുന്ന ഒന്നാണ്. അതായത് പഠനമെന്ന് പറയുന്നത് ഒരു സോഷ്യൽ ആക്ടിവിറ്റിയാണ്. ഇവിടെയാണ് വൈഗോട്സ്കിയുടെ ഈ ഡയഗ്രം വളരെ പ്രധാനപ്പെട്ടതാകുന്നത്. ഇതിനെ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് അഥവാ ZPD എന്ന് പറയും. ഇത് പഠനത്തിന്റെ ഒരു സ്വീറ്റ് സ്പോട്ടാണ്. അതായത് ഒരു കുട്ടിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പിന്നെ കുറച്ചുകൂടി അറിവുള്ളൊരാളുടെ, ഒരു ടീച്ചറുടെയോ രക്ഷിതാവിന്റെയോ സഹായത്തോടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇതിന് രണ്ടിനുമിടയിലുള്ള ആ ഒരു ഏരിയ, യഥാർത്ഥ പഠനം നടക്കുന്നത് ഈ സോണിലാണ്. അപ്പോ ഈ ZPDയുടെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ നമ്മൾ കൊടുക്കുന്ന ആ താൽക്കാലിക സഹായമില്ലേ, അതിനെയാണ് സ്കാഫോൾഡിംഗ് എന്ന് പറയുന്നത്. ശരിക്കും ഒരു കെട്ടിടം പണിയുമ്പോൾ താങ്ങ കൊടുക്കുന്ന പോലെ തന്നെ. പഠിക്കുന്ന ആൾക്ക് വേണ്ട ചെറിയ സൂചനകൾ, കുറച്ച് പ്രോത്സാഹനം, അങ്ങനെയുള്ള സപ്പോർട്ട്, അത് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ആ ഗ്യാപ്പ് ചാടിക്കടക്കാൻ പറ്റും. ശരി, അപ്പം നമ്മൾ 3 വ്യത്യസ്ത വഴികളിലൂടെ പഠനത്തെ നോക്കിക്കണ്ടു. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഒരുമിച്ച് വെച്ചിട്ട് ഇത് നിങ്ങൾക്ക് എങ്ങനെ ഉപകാരപ്പെടുമെന്ന് നോക്കാം. ഇതാ ഒറ്റ നോട്ടത്തിൽ നമ്മൾ ഇതുവരെ സംസാരിച്ച 3 പ്രധാന പഠന സിദ്ധാന്തങ്ങൾ. ബിഹേവിയറിസം പെരുമാറ്റത്തിൽ ശ്രദ്ധിക്കുന്നു, കോഗ്നിറ്റീവ് തിയറികൾ ഗെസ്റ്റാൾട്ട് പോലെ നമ്മുടെ ചിന്തകളിലും മനസ്സിന്റെ പ്രവർത്തനങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. പിന്നെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം, അത് പഠനത്തിന്റെ സാമൂഹിക വശങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നു. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ തിയറികളൊന്നും പരസ്പരം ശത്രുക്കളല്ല. ഒന്ന് ശരി, മറ്റേത് തെറ്റ്, അങ്ങനെയല്ല. മറിച്ച് ഇതൊക്കെ ഒരു ടൂൾ കിറ്റിലെ പലതരം ഉപകരണങ്ങൾ പോലെയാണ്. പഠനമെന്ന വലിയൊരു കാര്യത്തിന്റെ ഓരോരോ വശങ്ങൾ മനസ്സിലാക്കാൻ ഓരോ തിയറിയും നമ്മളെ സഹായിക്കുന്നു. അപ്പോ ഇത്രയും കേട്ട സ്ഥിതിക്ക് നിങ്ങൾക്കായി ഒരു ചോദ്യം. അടുത്ത തവണ നിങ്ങളൊരു പുതിയ കാര്യം പഠിക്കുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഈ സിദ്ധാന്തങ്ങളിൽ ഏതാണ് നിങ്ങളുടെ ആ പഠനാനുഭവമായിട്ട് ഏറ്റവും കൂടുതൽ യോജിച്ചു പോകുന്നത്? ഒരുപക്ഷെ നിങ്ങളുടെ സ്വന്തം പഠനരീതിയെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാൻ ഈ ചിന്ത നിങ്ങളെ സഹായിച്ചേക്കാം. ഒന്ന് ശ്രമിച്ചു നോക്കൂ.